ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൽ നിന്നും തുടങ്ങാം. സോറി, ഞാൻ ഓണാക്കിയില്ലായിരുന്നു. നാത്തൂന് ഇളക്കുകയാണ്. എന്താ ഇളക്കുന്നേ? മനസ്സ് നിറയാനുള്ള യാത്രയ്ക്ക് പോവല്ലേ, അതിനു മുന്നേ വയറങ്ങ് നിറച്ചേക്കാം. വെളുത്തുള്ളി അച്ച, മാങ്ങാച്ച, പിന്നെ ചോറ് വന്നു. മീൻകറി വന്നു. വലിയ ചേച്ചിയുടെ സ്പെഷ്യൽ ബീഫ് കറി വന്നു. മോരൊഴിച്ച്, പിന്നെ നാത്തൂൻ കഷ്ടപ്പെട്ട് ഇളക്കിയ ശുദ്ധമായ ചക്കയും. എങ്ങനെയുണ്ട് അനീഷ് എണ്ണ ഉണ്ടാക്കിയത്? ഞാൻ തന്നെ പറയണോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഫുഡടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് അടവിയിലോട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി പോയപ്പോൾ മുന്നിൽ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നാളെ അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലേ, അത് അടവിയാണ്. അങ്ങനെ തീരുമാനിച്ച പോലെ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തൂർത്തും കൊണ്ട് അടവിയിലോട്ട് പോവാം. അടവി എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കാടിൻ്റെ ഒത്ത നടുക്കാട്ടോ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കാടിൻ്റെ അകത്തൂടെയാണ്. 2 സൈഡും കാടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് മലയാളപ്പുഴ വരുമ്പോഴാണ് ഇതുപോലെ വെള്ളത്തിൽ ചാടാനും കളിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് മലയാളപ്പുഴ വരുന്ന ഒരു ചാൻസും ഞങ്ങൾ പഴക്കാറില്ല. വരുമ്പോൾ തന്നെ വെള്ളത്തിൽ ചാടാനുള്ള ഡ്രസ്സും ചെരുപ്പും എല്ലാം ആയിട്ടായിരിക്കും ഞങ്ങൾ മലയാളപ്പുഴ എത്തുന്നത്. 2 സൈഡിലെയും പച്ചപ്പും തേക്കുമരവും നീലാകാശവും കണ്ട് നമുക്കൊരു യാത്ര. അങ്ങനെ വന്നപ്പോഴാണ് ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ്, വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുണ്ട്, വാഹനയാത്രക്കാർ ശ്രദ്ധിക്കുകയെന്ന്. പെട്ടെന്ന് വായിച്ചപ്പോൾ കിളി പോയെങ്കിലും ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോഴാണ് കുട്ടവഞ്ചിയും മണ്ണീറ വാട്ടർഫോൾസും ഒക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്ലാറിൻ്റെ തീരത്തോട്ട് നടന്നു പോവാം. അധികം നടക്കാനൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. വെള്ളം കണ്ടോ? വലതു ഭാഗത്തോട്ട് നോക്കിയേ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും 1-2 ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അധികം തിരക്കില്ലായിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സേഫ്. ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നതെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം പോലെയായിരുന്നു തണുത്തെ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. കണ്ടില്ലേ, നമുക്ക് തറയില്ല, നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പം ഇനി എന്താ, വെള്ളത്തിലോട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ വിചാരിച്ചായിരുന്നു ഇപ്രാവശ്യം വരുമ്പോൾ ബോൾ എന്തെങ്കിലും കൊണ്ടുവരണം കളിക്കാമെന്ന്. പക്ഷെ മറന്നുപോയി. അവസാനം അവിടെ കിടന്നൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് പിന്നെ ബോളായി കളിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കുഴപ്പമില്ലാതെ കളിച്ചു. പിന്നെ അങ്ങോട്ട് അടിയായി, ബഹളമായി, പിടിച്ചുപറിയായി, ഒരു മേളമായിരുന്നു. അങ്ങനെ സന്ധ്യ ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി. നാത്തൂനെ എങ്ങോട്ട് പോകും? ഇതാണ് ഗൈസ് അതമ്പ് മരം. അതമ്പ് മരത്തിന്റെ ചില്ലകളിലാണ് ആടുന്നത്. ഇത് പണ്ട് ആൾക്കാർ കോളേജ് വീട്ടിലൊക്കെ അതമ്പ് മരം കൊണ്ടാണ് പണ്ട് പുരാതന കാലത്ത് ആൾക്കാർ വീട്ടിൽ ഊഞ്ഞാലിട്ടിരുന്നത്. അതാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസം. അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിക്കണ്ടേ. അപ്പം ബാഗൊക്കെ കാറിൽ വെച്ചിട്ട് തൊട്ടടുത്തുള്ള ആരണ്യകം എക്കോ കഫേയിലോട്ട് കയറാൻ പോവാം. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ ഒരു പിങ്ക് കളറ് കഫേ, അപ്പോൾ അങ്ങോട്ടാണ് നടപ്പ്. ഇതാണ് ആരണ്യകം എക്കോ കഫേ. ഇവിടെ രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരത്തെ ചായയും കടിയും എല്ലാം കിട്ടും കേട്ടോ. രാവിലെ ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും തുറക്കുമെന്നാണ് ചേച്ചിമാർ പറഞ്ഞേ. വൈകുന്നേരം കപ്പയും മീൻകറിയും ഉണ്ട്.
ഞങ്ങളെല്ലാവർക്കും മോദകമാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, അത്രയ്ക്കാണ് വെള്ളത്തിൽ കിടന്ന് കളിച്ചത്. പിന്നെ കുടിക്കാൻ കട്ടൻ കാപ്പി. ഞാൻ നാരങ്ങയുള്ളതാണ് പറഞ്ഞത്, സോഡ ഒഴിച്ചത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മനസ്സിന് വല്ലാത്ത കനം പോലെ തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക, തിരുവനന്തപുരത്തോട്ട്. അവർ പാലക്കാടും പോവുക. ഇത്രയും ദിവസത്തെ ആഘോഷവും കളിയും ഒത്തുകൂടലും ചിരിയും എല്ലാം തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടവും ഇനിയും കാണാം എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. ഇനി മറ്റൊരു ഒത്തുകൂടലിൻ്റെ പ്രതീക്ഷയോടെ മുന്നോട്ട്. ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.